ലച്ചുവിന്റെ ചിരി കണ്ട് ഡെന്നി അവളെ പിടിച്ച് ബെഡിലേക്ക് വലിച്ചിട്ട് അവളുടെ മുകളിലായി കൈക്കുത്തി നിന്നു. അവന്റെ ശ്വാസം അവളുടെ മുഖത്ത് തട്ടിക്കൊണ്ടിരുന്നു. ലച്ചുവിന്റെ ചിരി നിന്നു. എന്തേടി ചിരിക്കില്ല നീ? കുറച്ചു മുന്നേ ചിരിച്ചിരിച്ച് ബോധമുണ്ടായില്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ ചിരി കാണട്ടെ, ചിരിക്ക്. ഇച്ചായന്റെ വേദൂട്ടി ചിരിക്ക്. അവനവളുടെ മൂക്കിൽ മൂക്കൊണ്ട് ഉരസി പറഞ്ഞു. നീ ചായ കളിക്കില്ലേ, മാറിയേ. അവളവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു. മാറണോ? അവന്റെ ശബ്ദം ആർദ്രമായി. പപ്പേ! മിഴി ഓടി വന്ന് അവന്റെ പുറത്തേക്ക് വലിഞ്ഞു കയറിയിരുന്നു. മിഴി കയറിയിരുന്ന അതേ ഫോഴ്സിൽ അവൾ ലച്ചുവിന്റെ ദേഹത്തേക്ക് അമർന്നു. ഇച്ചായ! രണ്ടുപേരുടെ അടിയിൽ കിടന്ന് അവൾ അലറി. കുഞ്ഞ, ദേ അമ്മ കരയുന്നു, ഇറങ്ങ്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, ഇറങ്ങില്ല. മിഴി പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവന്റെ പുറത്തേക്ക് കടന്ന് അവനെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു. ഞാനല്ല, ദേ ഇവളാ. കൂർപ്പിച്ചു നോക്കുന്ന ലച്ചുവിന്റെ മുന്നിലേക്ക് മിഴിയെ പ്രതിയാക്കി ഡെന്നി ഡീസന്റായി. പപ്പേ, ലാലിയറ്റിനെ പോലെ കാണിക്ക്, മിഴി പറഞ്ഞു. ഓക്കെ മൈ ഡിയർ. ഡെന്നി അത് പറഞ്ഞ് പുഷപ്പെടുക്കാൻ തുടങ്ങി. ഓരോ തവണ താഴുമ്പോഴും അവന്റെ ചുണ്ടുകൾ ലച്ചുവിന്റെ കവിളിൽ പതിഞ്ഞു. അവൾ തല വെട്ടിക്കുന്നതിനൊപ്പം അപ്പുറത്തെ കവിളിലും പതിഞ്ഞു. കിടന്ന് കുതിരയിട്ട് രക്ഷയില്ലാന്ന് കണ്ട ലച്ചു അവനെ തന്നെ നോക്കിക്കൊണ്ട് അനങ്ങാതെ കിടന്നു. പപ്പേ! മിഴി വിളിച്ചു. എന്താടാ കുഞ്ഞാ? അവൻ പുഷപ്പെടുക്കാൻ തുടർന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് കണ്ടില്ല പപ്പേ. എന്ത്? അവൻ ഉയർന്നു തല മാത്രം ചരിച്ചുകൊണ്ട് ചോദിച്ചു. മുറ്റത്തോട് പപ്പ പറഞ്ഞില്ലേ തലയിലുണ്ടെന്ന്? മിഴി നിഷ്കളങ്കമായി പറഞ്ഞു. ആ ഒരൊറ്റ ഡയലോഗിൽ ചെക്കൻ്റെ ബാലൻസ് പോയി ലച്ചുവിന്റെ മേലെ കൂടെ വീണു. മിഴി ബെഡിലേക്കും. അവന്റെ മുഖം അവിടെ കഴുത്തിൽ അമർന്നു. ഇത് ഏത് നേരത്തെ വേദം ഉണ്ടായത്? അവൻ കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് ചോദിച്ചു. ഉണ്ടാക്കുന്ന ആൾക്ക് ബോധമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും, മാറങ്ങോട്ട്. അവനെ തള്ളി മാറ്റി എഴുന്നേറ്റുണ്ടവൾ പറഞ്ഞു. ലച്ചു പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാവാതെ അവൻ അന്തം വിട്ട് മറന്നു കിടന്നു. അവന്റെ മേലേക്ക് മിഴിയും കയറി കിടന്നു. എന്താ കുഞ്ഞ, നിന്റെ അമ്മ അങ്ങനെ പറഞ്ഞു? അവൻ മിഴിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു. പപ്പയുടെ വീടുമല്ലേ, പപ്പേനെ ചോദിച്ചോ? മിഴി നൈസായി കൈയൊഴിഞ്ഞു. കോളിംഗ് ബെൽ അടിക്കുന്ന കേട്ടപ്പോൾ ലച്ചു അവർ രണ്ടുപേരെയും കൂർപ്പിച്ച് നോക്കാൻ ഡോർ തുറന്നു. തുറന്ന ഡോർ മുമ്പിൽ ചിരിയോടെ നിൽക്കുന്ന ആളെ കണ്ട് അവളുടെ മുഖത്ത് ചിരി മാഞ്ഞു. ദക്ഷ! അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. അധികം വൈകാതെ തന്നെ അവർ എയർപോർട്ടിലേക്ക് ഇറങ്ങി. വരുമ്പോഴുള്ള ഉത്സാഹമൊന്നും മിഴിക്കുണ്ടായിരുന്നില്ല. ഭയങ്കര വിഷമത്തിലായിരുന്നു പുള്ളിക്കാരി. അവസാനം വെക്കേഷന് കൊണ്ടുവരാന്ന ഡെന്നിയുടെ ഉറപ്പിലാണ് ആ കുഞ്ഞുമുഖം തെളിഞ്ഞത്. അവർ നാട്ടിലെത്തിയപ്പോൾ രാത്രിയായിരുന്നു. മായയും ട്രീസിയും ഉറങ്ങാതെ അവർക്കായി കാത്തിരുന്നു. മിഴി എത്തിയപ്പോഴേക്കും ഡെന്നിയുടെ കയ്യിൽ കിടന്ന് ഉറങ്ങിപ്പോയിരുന്നു. മിഴിയെ കണ്ടതും മായ അവളെ ഡെന്നിയുടെ കയ്യിൽ നിന്ന് വാങ്ങി അകത്തേക്ക് കൊണ്ടുപോയി. ട്രീസയും മായയുടെ പുറകെ തന്നെ പോയി. ഇച്ചായ! തിരിഞ്ഞിറന്ന ഡെന്നിയെ ലച്ചു വിളിച്ചു. എന്താ വേദു? അവൻ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. നമുക്ക് നാട്ടിൽ പോകണം, ഇനിയും വൈകാതെ ഇച്ചായനോട് എല്ലാം തുറന്നു പറയണം. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. പോവാം, നാളെ പറ്റില്ല, ഇത്രയും ദിവസം മാറിയെന്നല്ലേ. നീ പറഞ്ഞില്ല, ഞാൻ പോയിട്ട് എല്ലാം ഒന്ന് ശരിയാക്കി വരാം. മറ്റന്നാൾ രാവിലെ തന്നെ പോവാം, അതുപോലെ. മതി, പോയി കിടന്നു, ക്ഷീണം കാണും. അവളുടെ കവിൾ തട്ടി പറഞ്ഞുകൊണ്ട് അവൻ ഫ്ലാറ്റിലേക്ക് നടന്നു. ലച്ചു അവൻ പോകുന്ന നോക്കി ഒരു നെടുവീർപ്പോടെ നിന്നു. രാവിലെ ഡെന്നി ഒറ്റക്കാണ് ഓഫീസിൽ പോയത്. സാറ്റർഡേ ആയതുകൊണ്ട് മിഴിക്കും ക്ലാസ്സിലായിരുന്നു. അവൾ ഉണരുന്നതിന് മുമ്പ് ഡെന്നി ഉറങ്ങി. ലച്ചുവും ക്ഷീണക്കാരൻ ഉറങ്ങിപ്പോയിരുന്നു. ഉച്ചയായപ്പോഴേക്കും അവൻ ഒരുവിധം പെൻഡിങ് വർക്കൊക്കെ തീർത്തു. നല്ല തലവേദന തോന്നിയുണ്ട് നേരത്തെ ഇറങ്ങി. പകുതി ദൂരെത്തിയപ്പോഴാണ് അവന്റെ ഫോൺ ബെല്ലടിച്ചത്. ലച്ചുവിന്റെ നമ്പർ കണ്ടപ്പോൾ അവൻ ചിരിയോടെ കോൾ എടുത്തു. പപ്പേ! മറുവശത്തുനിന്ന് കൊഞ്ചലോടെയുള്ള വിളി വന്നു. കുഞ്ഞ, എഴുന്നേറ്റ പപ്പയുടെ വാ, ക്ഷീണമൊക്കെ മാറിയോ? അവന് തിരിച്ച് കൊഞ്ചലോട് ചോദിച്ചു. ആ, എണീറ്റു. പപ്പ എപ്പോഴാ വരിക? പപ്പ വന്നോണ്ടിരിക്കുവാടാ, ഇപ്പൊ എത്തും. വാവുന്നതിലും വേണോ? ആ വേനം, അന്ന് നമ്മളൊരു സാധനം കുടിച്ചില്ലേ, ആ വേനം. പപ്പ വരുമ്പോ കൊണ്ടുവരണേ. കൊണ്ടുവരാം കേട്ടോ. പപ്പ വരുന്നവരെ എന്റെ മോൾ കുട്ടികളായിട്ട് ഇരിക്കണം കേട്ടോ. ഓക്കെ പപ്പ. ഡെന്നി ഫോണിൽ അമർത്തി ചുംബിച്ചു. ഫോൺ കട്ടായതും അവൻ വഴിയരികിൽ കരിക്കെടുക്കുന്ന സ്ഥലത്തേക്ക് വണ്ടി പാർക്ക് ചെയ്തു. കാറിൽ നിന്ന് ഇറങ്ങി അയാളോട് കരിക്കെടുക്കാൻ പറഞ്ഞ് അവൻ കാറിൽ ചാരി ഫോൺ നോക്കി നിന്നു. ഡെന്നി! പുറകിൽ നിന്ന് പരിചിതമായ സ്വരം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി. മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ട് ഒരേ സമയം ഒരു സന്തോഷവും പരിഭ്രമവും നിറഞ്ഞു. എന്താ? വിറക്കുന്ന ചുണ്ടുകളോടെ ഡെന്നി വിളിച്ചു. ഡെന്നിയുടെ പകപ്പ് വിട്ടുമാറിയുന്നില്ല. കാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ട പോലെ അവൻ തറഞ്ഞിരുന്നു. സ്വന്തമായതെന്തോ തന്നിൽ നിന്ന് തട്ടിപ്പറിക്കാൻ പോകുന്ന പോലെയായിരുന്നു അവന്. ഡെന്നി! നന്ദൻ പാഞ്ഞു വന്ന് അവനെ കെട്ടിപ്പിടിച്ച്. യാന്ത്രികമായി ഡെന്നിയുടെ കൈകളും അവനെ വലയം ചെയ്തു. എവിടെ ആയിരുന്നടാ? എത്ര നാളായി കണ്ടിട്ട്. മറന്നോ നീ എന്നെ? നിനക്കും വേണ്ടാതായിടോ എന്നെ? നന്ദൻ പദം പറഞ്ഞ് സങ്കടപ്പെടാൻ തുടങ്ങി. നന്ദ, ഞാൻ ക്ഷമിക്കടാ, സാഹചര്യം അങ്ങനെയായിരുന്നു. നിങ്ങളൊക്കെ കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല. പക്ഷേ അവിടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ അമ്മച്ചിയെ നഷ്ടമായെന്നെ. ആ സമയം ഞാൻ സ്വാർത്ഥനായ മകൻ മാത്രമായി.
ഡെന്നി നിറഞ്ഞു വന്ന വിഷമടിക്കെത്തിക്കൊണ്ട് പറഞ്ഞു. മനസ്സിലാവൂടാ, നിന്നെ ഒരിക്കലും തെറ്റു പറയില്ല. ഞാൻ വരാത്ത സ്ഥലമല്ലല്ലോ വയനാട്. എനിക്കും അന്വേഷിച്ച് വരായിരുന്നു നിന്നെ. പക്ഷേ കഴിഞ്ഞില്ലടാ. എൻ്റെ അവസ്ഥ അതായിരുന്നു. ഇപ്പോഴും അത്. നന്ദൻ കുറ്റബോധത്തോടെ പറഞ്ഞു. നന്ദൻ ഉദ്ദേശിച്ച ലച്ചുവിൻ്റെ കാര്യമെന്ന് മനസ്സിലായത് ഡെന്നിക്കൊരു വിറയൽ അനുഭവപ്പെട്ടു. ഡെന്നിച്ച പുറകിൽ നിന്ന് വിളിയേട്ടതും ഡെന്നി തിരിഞ്ഞു നോക്കി. കണ്ണു നിറച്ച് ചുണ്ടുവിധം നിൽക്കുന്ന ഗൗരിയെ കണ്ടത് അവൻ്റെ നെഞ്ചും വിങ്ങി. സ്വന്തം അനിയത്തിയായിട്ടാണ് കണ്ടത്. ഗൗരിമോളെ. അവൻ വാത്സല്യത്തോടെ അവൾ ചേർത്ത് പിടിച്ചു. വേണ്ട, എന്നെ തൊടണ്ട, പോ. അവൾ കുഞ്ഞി കുട്ടികളെ പോലെ ചിരിഞ്ഞു. അത് കണ്ടതും നിറഞ്ഞ കണ്ണുകളാൽ അവൻ ചിരിച്ചു. ഇത്രയായിട്ട് ഇവിടെ കുറുമ്പിനൊരു കുറവില്ലല്ലോ നന്ദ. ഇങ്ങോട്ട് വാടി കാന്താരി. അവൻ അവളെ നെഞ്ചോടി ചേർത്തുകൊണ്ട് പറഞ്ഞു. ആ പഴയ കുറുമ്പൊന്നല്ലേ ഇപ്പോൾ. എന്നാലും ഒളിഞ്ഞു തെളിഞ്ഞ എന്തെങ്കിലും ഒപ്പിക്കും. നന്ദൻ അവളുടെ തലയിൽ കൂട്ടിക്കൊണ്ട് പറഞ്ഞു. അല്ല, നിങ്ങളെന്താ ഇവിടെ? ഡെന്നി സംശയത്തോടെ ചോദിച്ചു. ഇവൾക്ക് മഹാരാജസിന്റെ ഒരു പേപ്പർ പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് വിടാൻ ആർക്കും ധൈര്യമില്ല. അതുകൊണ്ട് കൂട്ടിന് വന്നാ. നന്ദൻ പറഞ്ഞു. പിന്നെ എന്തൊക്കെയുണ്ട് നന്ദ? മാലുമ്മയ്ക്ക് സുഖല്ലേ? എല്ലാവരെയും കാണുന്നുണ്ട്. നാളെ അങ്ങോട്ട് വരായിരുന്ന ഡെന്നി പറഞ്ഞു. നാളെയോ? ശരിക്കും? നീ തമാശ പറഞ്ഞല്ലോ? നന്ദൻ അത്ഭുതത്തോട് ചോദിച്ചു. അല്ലടാ, തമാശല്ല, സീരിയസ് ആയി പറഞ്ഞ. ഡെന്നി അവന്റെ ചുമൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ലച്ചുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അവളായിരിക്കും. പക്ഷേ നന്ദൻ ബാക്കി പറയാൻ കഴിയാത്ത തലയാഴ്ത്തി. ഡെന്നിക്ക് അവനോട് എന്ത് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ലച്ചു തൻ്റെ കൂടെ ഉണ്ടെന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും എന്തോന്ന് അവനെ പുറകോട്ട് വലിച്ചു. നിങ്ങൾ പോയൊരു മാസം കഴിഞ്ഞപ്പോൾ മുതൽ ലച്ചു ചേച്ചി കാണാനില്ല. എവിടെയാണെന്ന് അറിയില്ല. ഞങ്ങളെല്ലാവരും കുറേ അന്വേഷിച്ചു. നന്ദൻ്റെ വിഷമം കണ്ട് ഗൗരി പറഞ്ഞു. ഡെന്നി സംശയത്തോടെ ഇരുവരെയും നോക്കി. അപ്പോൾ നിങ്ങളുടെ കല്യാണം? അവൻ വിറച്ചുകൊണ്ട് ചോദിച്ചു. നടന്നില്ലടാ. അവളെ കൂടെ കൂട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. ചെറിയ രീതിയിലൊരു താലി കെട്ടി എന്നും ഒപ്പുണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ കല്യാണം തീരുമാനിച്ചെന്ന് ആരോടും പറയാതെ അവൾ പോയി. എവിടെയാണെന്ന് അറിയില്ലടാ. നന്ദൻ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. ഡെന്നിക്ക് ശരീരം തളരുന്ന പോലെ തോന്നി. ലച്ചുവും നന്ദനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞില്ലെങ്കിൽ മിഴി അവന് തല പെരിക്കുന്ന പോലെ തോന്നി. ഡെന്നിയുടെ മുഖത്തെ ഭാവവ്യത്യാസം കണ്ട് നന്ദനും ഗൗരിയും പരസ്പരം നോക്കി. എന്താടാ? നന്ദൻ ചോദിച്ചു. ഡാ, നീ പറഞ്ഞ സത്യമാണോ? അപ്പൊ എൻ്റെ കുഞ്ഞൻ? അവൻ മുടിൽ വിരൽ കോർത്തോട്ട് പറഞ്ഞു. കുഞ്ഞനോ? ആരാണത്? നന്ദൻ സംശയത്തിൽ ചോദിച്ചു. വേദുവിന്റെ മോള. ഡെന്നി വിറച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്താണ് പറയുന്നത്? ലച്ചുവിന്റെ മോളോ? ഡെന്നി, നീ എന്തൊക്കെ പറയുന്ന പോലെ ബോധമുണ്ടോ? നന്ദൻ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞത് സത്യമാണ് നന്ദ. വേദു മോൾ എൻ്റെ ഒപ്പം ഉണ്ട്. ഒരു 3 മാസമായിട്ട് എൻ്റെ ഒപ്പം. എന്നോട് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞെന്ന്. നിന്റെ മോളാണതെന്ന്. ഡെന്നിയുടെ വാക്കുകൾ പലപ്പോഴും മുറിഞ്ഞു പോയിരുന്നു. ഡെന്നി പറഞ്ഞു കേട്ടതിന്റെ ഷോക്കിലാണ് നന്ദനും ഗൗരിയും. നിങ്ങളുടെ പുറകെ വായോ? അവൻ അതും പറഞ്ഞ് കാറിൽ കയറി. കാര്യം എന്താണെന്നറിയാതെ പകച്ചിരുന്ന നന്ദനും ഗൗരിയും അവന്റെ പുറകെ പോയി. ലച്ചുവിന്റെ ഫ്ലാറ്റ് തള്ളി തുറന്ന് ഡെന്നി കാറ്റുപോലെ അകത്ത് കയറി. അവന്റെ അലർച്ച അവിടെ മുഴങ്ങി. അവന്റെ ശബ്ദം കേട്ടതും റൂമിൽ നിന്ന് ലച്ചുവും മിഴിയും മായും ട്രീസയും പ്രഭാകരുമെല്ലാം എത്തി. ദേഷ്യം കൊണ്ട് വിറച്ചിരിക്കുന്ന ഡെന്നിയെ കണ്ടതും എല്ലാവരും ഒന്ന് ഭയന്നു. ലച്ചുവിനെ കണ്ടതും അവൻ അവിടെ നേരെ പാഞ്ഞെടുത്തു. അവന്റെ കണ്ണിൽ അഗ്നി കണ്ടതും അവളിലൊരു വിറയിൽ കടന്നുപോയി. ഈ ചായ, അവൾ വിറച്ചുകൊണ്ട് വിളിച്ചു. മുഖടച്ചൊരു അടിയായിരുന്നു അവന്റെ മറുപടി. അവൾക്ക് തലക്കാകെ ഒരു മൂളൽ പോലെ തോന്നി. കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നിയത് അവൾ സോഫയിൽ പിടിച്ചിരുന്നു. എടാ, എന്നാത്തടാ എന്റെ കൊച്ചിനെ തല്ലുന്നത്? റീസ ലച്ചുവിനെ പിടിച്ചിരുന്നിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അമ്മച്ചി ഇതിൽ ഇടപെടണ്ട, മാറിക്ക്. അവൻ മുഷ്ടിവിട്ടിട്ട് പറഞ്ഞു. എടാ, മാറി നിൽക്കാൻ! അവൻ അലറി. റീസ പെട്ടെന്ന് ലച്ചുവിൽ നിന്ന് വിട്ടുനിന്നു. ഡെന്നി അവൾക്കരികിലേക്ക് ചൂട് വെച്ചു. നിന്റെയും നന്ദനെയും കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഡെന്നി ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. ലച്ചു ഞെട്ടിക്കൊണ്ട് തലയാഴ്ത്തി. പറയടി! അവൻ അവളെ കയ്യിൽ പിടിച്ചു വിളിച്ചുകൊണ്ട് ചോദിച്ചു. പപ്പേ! മിഴി കരഞ്ഞോണ്ട് വിളിച്ചു. അവൻ ദേഷ്യം അടക്കി പിടിച്ച് തിരിഞ്ഞു നോക്കി. പപ്പേന്തിനും അമ്മയെ തല്ലിയേ? കുഞ്ഞിച്ചുണ്ടുകൾ വിതിപ്പിക്കൊണ്ട് അവൾ ചോദിച്ചു. പപ്പയുടെ കുഞ്ഞൻ കരയണ്ട. ലച്ചൊരു കുറുമ്പ് കാണിച്ചു. അതല്ലേ പപ്പ തല്ലിയത്. ബാബ അമ്മയുടെ അടുത്ത് നിന്നോ. അവന് നോട്ടം മനസ്സിലായതും മായ മിഴിയെടുത്തു. അവൻ വീണ്ടും ലച്ചുവിന് നേരെ തിരിഞ്ഞു. ഞാൻ ചോദിച്ചതിന് എനിക്ക് മറുപടി കിട്ടില്ല. എന്ന് മുതലാ നീ എൻ്റെ അടുത്ത് നുണ പറഞ്ഞു തുടങ്ങിയത്? എത്ര വിദഗ്ധമായിട്ടാ നീ എല്ലാവരെയും പറ്റിച്ചത്? അവന്റെ വാക്കിൽ ദേഷ്യത്തിലുപരി വേദനയായിരുന്നു. ലച്ചു അവൻ്റെ മുമ്പിൽ ഉത്തരമില്ലാതെ നിന്നു. വേണ്ട, നീ പറയണ്ട. നിന്റെ കല്യാണക്കാരൻ നിന്നെക്കാൾ നന്നായിട്ട് അറിയുന്ന ഒരുത്തരുണ്ടല്ലോ, അവനോട് ചോദിക്കാം. നന്ദ! ഡെന്നി പുറത്തേക്ക് നോക്കി വിളിച്ചു. ഡോറ് കടന്നു വന്ന നന്ദനെയും ഗൗരിയെയും കണ്ട് ലച്ചുവിന്റെ കണ്ണു വീഴിഞ്ഞു. ഡെന്നിയെല്ലാം അറിഞ്ഞിട്ടാണ് വന്നെന്ന് അവൾക്ക് മനസ്സിലായി. ദേ നിൽക്കുന്നു നിന്റെ ഭർത്താവ്. പക്ഷെ ഇവൻ അറിഞ്ഞിട്ടില്ല നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത് കൊച്ചുണ്ടായത്. ഡെന്നി ഒരു പുച്ഛത്തിൽ പറഞ്ഞു നിർത്തി. ട്രീസ ഞെട്ടി ലച്ചുവിനെ നോക്കി. പക്ഷേ അവൾ അപ്പോഴും ആരെയും നോക്കാതെ തലയാഴ്ത്തി നിന്നു.
നന്ദനാണോ മിഴിയുടെ അച്ഛൻ? ഡെന്നി ശാന്തമായി ചോദിച്ചു. അവൾ അല്ല എന്നുള്ള രീതിയിൽ തലയിളക്കി. ആ ഉത്തരം ഒരേ നിമിഷം അവന് സന്തോഷവും വേദനയും നിറച്ചു. പിന്നെ ആരാ? അവൻ ഇടറിക്കൊണ്ട് ചോദിച്ചു. ലച്ചു ഒന്നും പറയാതെ പൊട്ടിക്കരഞ്ഞു. പറയടി, ആരാ? ഇനിയെങ്കിലും ഒന്ന് പറവേതു. അവൻ അവിടെ തോളിൽ പിടിച്ചുകൊണ്ട് അലറി. ലച്ചു ദയനീയമായി എല്ലാവരെയും നോക്കി. നന്ദന്റെ കണ്ണിലെ വേദന കണ്ടതും ഇനിയൊന്നും കാണാൻ കഴിയാത്ത പോലെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. വേണ്ട, നീ പറയണ്ട, കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഡെന്നി അതും പറഞ്ഞ് ലച്ചുവിന്റെ മുറിയിലേക്ക് കയറി. അവന്റെ പുറകെ ബാക്കിയുള്ളവരും. അവൻ അലമാരയിലുള്ളതെല്ലാം വലിച്ച് പുറത്തേക്ക് ഇട്ടു. ഡെന്നിയുടെ ഭ്രാന്തമായ പ്രവൃത്തി നോക്കിക്കാണുകയായിരുന്നു മറ്റുള്ളവർ. അവൻ ഓരോന്നായി താഴെയിട്ടു. ഒടുവിൽ തേടിയതെന്തോ കണ്ടെത്തിയ പോലെ നിന്നു. ഡെന്നിയുടെ കയ്യിലിരിക്കുന്ന മിഴിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കണ്ടതും ലച്ചു മരവിച്ച് നിന്നു. അവളെ നോക്കിക്കൊണ്ട് അവനത് തുറന്നു നോക്കി. ഒരു നിമിഷം ഭൂമി കീഴ്മേൽ മറിയുന്ന പോലെ അവന് തോന്നി. നട്ടിലിൽ കൂടി ഒരു തരിപ്പ് അരിച്ചു കയറിയതും അവൻ അടിമുടി വിറച്ചു. അവന്റെ കയ്യിലിരുന്ന പേപ്പർ താഴേക്ക് വീണു. നിറഞ്ഞ കണ്ണുകൾക്കിടയിലും അവൻ മങ്ങിയ പോലെ ആ അക്ഷരങ്ങൾ വീണ്ടും വീണ്ടും കണ്ടു. ഫാദേഴ്സ് നെയിം, ഡെന്നീസ് ജോർജ് കളത്തിങ്കൽ. അപ്പൊ മിഴി എന്റെ മോളാണോ?